മച്ചാമാരെ, നമുക്ക് കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ വൻ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾക്ക് ലാഭത്തിൽ കിട്ടുമോ? ഞാൻ ഒരുപാട് പ്രാവശ്യമൊന്നും കോയമ്പത്തൂർ പോയിട്ടില്ല. പക്ഷേ പോകുമ്പോഴൊക്കെ പറ്റുന്നത്ര കടയിൽ കയറും, സാധനങ്ങളൊക്കെ കാണും, ആവശ്യമുള്ള സാധനം മാത്രം മേടിക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. അനാവശ്യമായിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ച് പൈസ കളയുന്ന അത്ര നല്ല പരിപാടിയൊന്നുമല്ല. കോയമ്പത്തൂർ നമ്മൾ എങ്ങനെ പോകും? അതല്ലേ ആദ്യം അറിയേണ്ടത്. ഏറ്റവും കുറഞ്ഞ പ്രൈസിന് നമുക്ക് കോയമ്പത്തൂർ പോകാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആണ്. ഈ കാണുന്ന പോലെ ട്രെയിനിൽ കയറി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് കോയമ്പത്തൂർ എത്താം. ഒരു ദിവസം കോയമ്പത്തൂർ പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വരാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ KSRTC ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്, പിന്നെ വേണമെങ്കിൽ സ്വന്തം വണ്ടിക്ക് പോകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിമാനം കയറുകയാണെങ്കിൽ പോകാം. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ പൈസ അതും പോകും. കേരളത്തിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാണ് ഫുഡിന് കോയമ്പത്തൂർ. പിന്നെയാണെങ്കിൽ നമ്മുടെ ബസ് ചാർജ് കോയമ്പത്തൂർ കുറച്ച് കുറവാണ്. അത് മാത്രമാണ് കുറച്ച് ആശ്വാസമുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടാണ് വാങ്ങുന്നത്? അത് നമ്മുടെ നാട്ടിൽ അതിനും വില കുറച്ച് കിട്ടുമോ? ഒരു 500 രൂപ ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ അത് നഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് തമിഴ്നാട്ടിൽ ആ വഴി പോവുകയാണെങ്കിൽ ഇറങ്ങി കയറുകയാണെങ്കിൽ ഓക്കെ. പിന്നെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നഗരമാണ്. അവിടെ നല്ല ട്രാഫിക്കാണ്. നിങ്ങൾ പെട്ടെന്നൊന്ന് ഇറങ്ങി സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ച് ട്രെയിനിൽ വന്ന് കയറാമെന്ന് നോക്കി നടക്കില്ല. അത്യാവശ്യം നല്ല സമയം നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് നല്ല സമയം വേണം, നിങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം ബുദ്ധിമുട്ടുള്ള ഇതും വേണം. കുറച്ചധികം ലാഭം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സാധനം മേടിക്കാം. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കോയമ്പത്തൂർ പോയിട്ട് വലിയ ലാഭമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മിക്സർ ഗ്രൈൻഡർ, ഫാന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ വലിയ ലാഭത്തിലൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് അവസ്ഥ. ഇങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. വീഡിയോ അങ്ങ് വരട്ടെ, നമ്മൾ പറഞ്ഞുതരാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചൊന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നിങ്ങൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്നാൽ പിന്നെ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് BLTC ഫാനിൻ്റെ കാര്യം എടുക്കാം. ഒരിക്കലും നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫറുള്ള ടൈമിൽ കിട്ടുന്ന ആ ഒരു പ്രൈസിന് BLTC ഫാൻ കോയമ്പത്തൂർ കിട്ടില്ല. പിന്നെ ഈ കാണുന്ന പോലെ ഓഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആമ്പിൻ്റെയൊക്കെ ബോർഡുകളൊക്കെ തമിഴ്നാട്ടിൽ നല്ല പ്രൈസ് കുറവ് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഒരു ഒട്ടുമിക്ക കടയിലും ചെക്ക് ചെയ്ത് കാണിക്കില്ല. അതായത് ജസ്റ്റ് ഒന്ന് അതിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒന്ന് ഓണാക്കി പോലും ഇവർ കാണിച്ചു തരില്ല. വർക്ക് ചെയ്താൽ വർക്ക് ചെയ്തു എന്ന് മാത്രം. പിന്നെ യൂട്യൂബറാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന്മാർ ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു തന്നു. അതല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ ഇവർ ചെക്ക് ചെയ്ത് കാണിച്ചില്ല. പിന്നെ CCTV ക്യാമറ, ഒട്ടുമിക്ക ക്യാമറയ്ക്കും ആമസോണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ്. ഞാനൊരു 3-4 കടയിലൊക്കെ കയറിയിട്ടുണ്ട്. സുജാത പോലത്തെ നല്ല കമ്പനികളുടെ മിക്സർ ഗ്രൈൻഡറിനൊക്കെ കോയമ്പത്തൂർ ആമസോണേക്കാളും നല്ല പ്രൈസ് കൂടുതലാണ്. ആമസോണിലാണ് പ്രൈസ് കുറവ്. കാർഡ് ഓഫറൊക്കെ വെച്ച് നോക്കുമ്പോഴേ ആമസോണിൽ നല്ല പ്രൈസ് കുറവുണ്ട്. പിന്നെ ചില സമയത്ത് ആമസോണിൽ പ്രൈസ് കൂടുതലാട്ടോ. പിന്നെ ഈ കാണുന്ന പോലെ സ്പീക്കറും ആമ്പൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് വാങ്ങിയ കൂട്ടുകാർ അതിൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ക്വാളിറ്റി ഉണ്ട് ഇല്ലയോ എന്നൊക്കെ. പിന്നെയാണെങ്കിൽ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെക്ക് ഇൻ ചെയ്ത് കാണിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കടകളാണ് കുറച്ചും കൂടെ ബെറ്റർ. ആമ്പ്, സ്പീക്കറൊക്കെ BLTC ഫാൻ പോലത്തെ ഫാനുകളും പിന്നെ നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കമ്പനികളുടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫാനുകളൊക്കെ തമിഴ്നാട്ടിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ നല്ല പ്രൈസ് കട്ടിങ്ങിലൊന്നും കിട്ടില്ല. ആമസോണിലാണ് അതിലും പ്രൈസ് കുറവ് കാണിക്കുന്നത്. പിന്നെയാണെങ്കിൽ മോട്ടർ എന്ന് നോക്കിയിട്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ പല വിലയ്ക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല പ്രൈസ് കട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. പിന്നെയാണെങ്കിൽ തീരെ ക്വാളിറ്റി കുറവുള്ള മോട്ടറിന് തീരെ വിലക്കുറവായിരിക്കും. അതുകൊണ്ട് മോട്ടർ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരിക്കലും തീരെ വില കുറഞ്ഞ സാധനം മേടിക്കരുത്. ഞാൻ മേടിച്ചിട്ട് എനിക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഞാൻ ഇവിടെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരും മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയാണ് നല്ല വിലക്കുറവുള്ള ഒരു സാധനത്തിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. ഈ കാണുന്ന പോലെ നമ്മുടെ കുറേ ടൂൾസിൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ടൂൾസിൻ്റെ ബിറ്റുകൾ, കട്ടറിൻ്റെ ബ്ലേഡ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കോയമ്പത്തൂർ നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഡ്രില്ലിൻ്റെ ബിറ്റൊക്കെ പല ടൈപ്പ് ബിറ്റുകൾ കിട്ടും, പല അളവിൽ കിട്ടും, പല നീളത്തിൽ, പല സൈസിൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിനേക്കാളും നല്ല പ്രൈസ് കുറവ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ 1-2 മേടിക്കാൻ വേണ്ടി ഇത്ര വണ്ടിക്കാശ് മുടക്കി കോയമ്പത്തൂർ വരെ പോകുന്നത് നഷ്ടമാണ്. പിന്നെ ആമസോണിലൊക്കെ ചില സമയത്ത് MRP എററൊക്കെ വന്നിട്ട് നല്ല പ്രൈസ് കട്ടിങ്ങിൽ ടൂൾസൊക്കെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരാം.
ടൂൾസൊക്കെ ഒരുപാട് കമ്പനികളുടെ സാധനം നമുക്ക് കോയമ്പത്തൂർ മേടിക്കാൻ കിട്ടും. ഒരു പരിചയമില്ലാത്ത കമ്പനിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ അതൊന്നും മേടിക്കരുത്. സംഭവത്തിന് വലിയ ക്വാളിറ്റി ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിച്ച് ആരെങ്കിലും അഭിപ്രായമൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മേടിക്കാം. അതല്ലാണ്ട് ചില സാധനമൊക്കെ നമുക്ക് ഒരു ഉറപ്പില്ല നിൽക്കുമെന്ന്. ഞാൻ മേടിക്കാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ആമസോണിൽ നിന്നാണ് മേടിക്കുന്നത്. നമ്മുടെ ബിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കോയമ്പത്തൂർ പോകുമ്പോൾ ഒരുപാട് മേടിക്കാറുണ്ട്. അതൊക്കെ നല്ല പ്രൈസ് കട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ കട്ടറോ ഡ്രില്ലിംഗ് മെഷീനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ തീരെ ലോക്കൽ സാധനം മേടിക്കരുത്. ആമസോണിൽ നിന്ന് ഇപ്പോൾ ലോക്കൽ മേടിച്ചാലും നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാലും ചിലപ്പോൾ 6 മാസമൊക്കെ വാറണ്ടി ഉണ്ടാവും. നിങ്ങൾക്ക് തിരിച്ച് കൊടുത്ത് മാറ്റിയെടുക്കാവുന്ന കേസുള്ളൂ. പിന്നെയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഐറ്റംസ്, സ്വിച്ച്, ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലക്കുറവ് കിട്ടുന്നുണ്ട്. പക്ഷേ ചില സാധനത്തിനൊന്നും അങ്ങനെ അത്ര വലിയ വിലക്കുറവെന്ന് പറയാൻ പറ്റുമൊന്നുമില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ കാണുമ്പോൾ അതനുസരിച്ചാണ് അവർ പ്രൈസ് പറയുന്നത്. അതും നമ്മുടെ നമുക്കത്ര അറിയില്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥകൾ. നിങ്ങൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാലേ ഒരുപാട് പൈസ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നില്ല. നിങ്ങൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇത്ര ഉണ്ടായാൽ മതി. നിങ്ങളൊരു സാധനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നു, ആ ഒരു ഐറ്റത്തിന് നമ്മുടെ നാട്ടിൽ എത്ര രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ എത്ര രൂപയ്ക്ക് കിട്ടും എന്ന് നോക്കുക. അതിനുശേഷം കോയമ്പത്തൂരിൽ ഇഷ്ടം പോലെ കടകളുടെ നമ്പർ നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും. കടകളിൽ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏകദേശം പ്രൈസൊക്കെ പറയും. ഓക്കെ ആണെങ്കിൽ പോവുക, സാധനം മേടിക്കുക. അതല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നുമില്ല. ഇപ്പോൾ വയറും സ്വിച്ചൊക്കെ കുറഞ്ഞ പ്രൈസ് കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ കമ്പനിയുടെ ഒന്നും കിട്ടുന്നില്ല. ചില കമ്പനി മാത്രമാണ് അങ്ങനെ പ്രൈസ് കട്ടിങ്ങിന് കിട്ടുന്നുള്ളൂ. പിന്നെയാണെങ്കിൽ അവർ വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ അവസ്ഥയൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിയൊന്നുമില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.